മിക്കവാറും ദിവസങ്ങളിൽ അടിക്കും, ചിലപ്പോൾ പുറത്തിടിക്കും. കമ്പി വടി കൊണ്ട് അടിച്ച ദിവസങ്ങൾ പോലുമുണ്ട്. നിലത്തിട്ട് കാലിൽ ചവിട്ടും, തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചിടച്ച് തറയിലിടും. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനോ അടുക്കളയിൽ പോകാനോ സമ്മതിക്കില്ല. കൊല്ലം തേവലക്കരയിലെ +2 അധ്യാപികയായ മഞ്ജുമോൾ ഭർത്തൃമാതാവിനോട് ചെയ്ത ക്രൂരതകളാണിത്. കുഞ്ഞുങ്ങളെ ഓർത്താണ് ആ അമ്മ ഇതൊന്നും ആരോടും പറയാതിരുന്നത്. നിലവിളക്ക് കൊണ്ട് ഭർത്താവിനെയും ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതുവരെയും കേട്ടതിൽ നിന്നും ഭയാനകമാണ് ആ വീട്ടിലെ അവസ്ഥ. ഭയന്നു വിറച്ചായിരുന്നു ഏലിയാമ്മ എന്ന 80കാരി സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്നത്. കൊല്ലം തേവലക്കരയിൽ 80 വയസ്സുകാരിയായ വയോധികയെ മരുമകൾ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന് പിന്നാലെ വയോധികയുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6.5 വർഷമായി സമാനമായ രീതിയിൽ ക്രൂരമായ മർദ്ദനം തുടരുകയായിരുന്നുവെന്നാണ് 80കാരിയായ ഏലിയമ്മ വർഗീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. പോലീസിനും സമാനമായ രീതിയിൽ ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് ഞാൻ പരാതിയൊന്നും തന്നില്ല. എന്തായാലും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. 7 ദിവസത്തിനകം ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കൊല്ലം ജില്ലാ പോലീസ് മേധാവിയോട് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബീനാകുമാരി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി ആർ ബിന്ദുവും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലാത്ത കാര്യമാണ് ഉണ്ടായതെന്നും വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനും സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ജുമോൾ തോമസിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരമൊരു ക്രൂരകൃത്യം ഉണ്ടായത് എന്നതാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ 4.5 മാസം മുമ്പ് ഇത്തരത്തിൽ ഈ വയോധികയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളതെങ്കിലും ഈ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷവും ഈ ഇത്തരത്തിലുള്ള മർദ്ദനം തുടരുകയായിരുന്നുവെന്നാണ് വയോധിക നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ മകൻ ജെയ്സിനെയും സമാനമായ രീതിയിൽ ഈ മഞ്ജുമോൾ മർദ്ദിക്കാറുണ്ടായിരുന്നു. മകൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് തന്നെ കൂടുതലായി മർദ്ദിച്ചിരുന്നത്. കസേരയിലും മറ്റും ഇരിക്കുമ്പോൾ തള്ളി തറയിലേക്ക് ഇടുകയും തുടർന്ന് തറയിൽ വീണതിന് ശേഷം കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തത് പതിവായിരുന്നുവെന്നും വയോധിക മൊഴി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ലഭ്യമായിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ വയോധികയായ ഏലിയമ്മ വർഗീസിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ നിരന്തരം മർദ്ദിക്കുന്ന തരത്തിലേക്ക് എത്തിയത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഈ വയോധികയുടെ സ്വത്ത് മറ്റാർക്കും കൈമാറാൻ അവർ തയ്യാറായിരുന്നില്ല. അതിനെ സംബന്ധിച്ചുണ്ടായ തർക്കം ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും അയൽവാസികളുടെ അടക്കം മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ കുറ്റത്തിനാണ് കഴിഞ്ഞ ദിവസം മഞ്ജുമോൾ തോമസ് എന്ന അധ്യാപികയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ 2 കൊച്ചുമക്കളുണ്ടായിരുന്നു. ആ 2 മക്കളെയും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് സംരക്ഷണത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ. അതോടൊപ്പം പ്രധാനമായും ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ 6.5 വർഷമായി തുടർച്ചയായി ഇത്തരം പീഡനങ്ങൾ ഉണ്ടായിട്ടും അത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താതിരുന്നത്, അല്ലെങ്കിൽ പോലീസിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന ചോദ്യങ്ങൾക്ക് ഈ വയോധികയായ വൃദ്ധ നൽകുന്ന മറുപടിയാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. അതായത് തൻ്റെ കുഞ്ഞുമക്കളെ ഓർത്താണ് അത്തരത്തിൽ ഇവർക്കെതിരെ ഒരു നടപടി വേണ്ട എന്ന, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് മറ്റാരോടും പറയേണ്ട ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തിയത്. തുടർച്ചയായി ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിച്ചു വരികയായിരുന്നു. പക്ഷേ മകനും തൻ്റെ കൊച്ചുമക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇത് പുറം ലോകത്തെ അറിയിക്കാതിരുന്നത് എന്ന ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് ആ വയോധിക പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കൊല്ലത്തെ തേവലക്കരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാരിൻ്റെ ഇടപെടലും നടക്കുന്നത്. ഒരു പക്ഷേ ഇവരുടെ ജോലിയിൽ തന്നെ ഇവർക്കിനി തുടരാനാവുമോ എന്ന കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തീരുമാനമാകും. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന സ്ഥിതിക്ക് വിഷയത്തിൻ്റെ ഗൗരവം മറ്റൊരു തരത്തിലേക്ക് നീങ്ങുകയുമാണ്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു ക്രൂരമായ പീഡനത്തിനാണ് ഈ 80കാരിയായ വയോധിക ഇരയാകേണ്ടി വന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം.